ഇതിനിടയിൽ യാസിൻ വ്ളോഗ്സ് നമുക്കറിയാലോ, നമ്മുടെ സ്വന്തം യൂട്യൂബർ യാസിൻ. ഇപ്പോൾ അദ്ദേഹം നല്ല അത്യാവശ്യം ഒരു സൂപ്പറാണ്. എന്താ വെച്ചാൽ യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ പുറത്തോട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ട്രാവൽ വീഡിയോസ് അങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആളെന്താ വെച്ചാൽ ആളുടെ രണ്ട് ദിവസം മുമ്പ് നിക്കാഹായിരുന്നു ഇടല്. അപ്പോൾ ആളെ സമയത്ത് മാറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ വയനാട് വെച്ച് നടത്താനിരുന്ന നിക്കാഹായിരുന്നു. അപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ് ഇടല്ലേ. എന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ ആർക്കും സന്തോഷിക്കാൻ പറ്റില്ല. സത്യം പറയില്ല, ഒരു മനുഷ്യന് പോലും നമുക്ക് സന്തോഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ടാണ്. അവിടെ ഇത്രയും പേര് ദുരന്തം അനുഭവിക്കുമ്പോൾ നമ്മളോട് സന്തോഷം ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ മനുഷ്യത്തില്ലാത്ത ആളായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുള്ളൂ. അവിടെ എന്താ വെച്ചാൽ നമുക്ക് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം പങ്കുചേരുക, അത് നമുക്ക് പറ്റത്തുള്ളൂ. അവരെ കൂടി സന്തോഷമാക്കുക. അവരെ സന്തോഷമായ ശേഷം നമ്മൾ സന്തോഷമാകും. അതേ പറയാനുള്ളൂ. ഇത്രയും പേര് അവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് അവരെ സന്തോഷമാക്കിയ ശേഷം നമ്മൾ സന്തോഷമാവുക. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയനിലുള്ളത്. അപ്പോൾ യാസിൻ വ്ളോഗ്സ് ആൾ പറയുന്നുണ്ട്, ആളുടെ നിക്കാഹായിരുന്നു. നിക്കാഹാന്ന് പറഞ്ഞാൽ നടത്താനിരിക്കുകയാണ്. 2 ദിവസം മുമ്പല്ല, നടത്താനിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആൾ കുറേ പേര് വിളിച്ചിട്ടുണ്ട്, കുറേ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നിക്കാഹ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴേലും നല്ലൊരു ദിവസം നടത്താമെന്ന് പറഞ്ഞിട്ട് ആൾ പറയുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും വിളിച്ചൊന്നും ആൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ മാറ്റി വെച്ചു അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ ആളൊരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ. എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് മുഹമ്മദ് യാസിൻ. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. യാസിൻ വ്ളോഗ്സ്. എൻ്റെ നിക്കാഹായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ 28 കൊടുങ്ങല്ലൂർ വെച്ചിട്ട്. ഞാൻ ഓൺ ദ വേ ടു വയനാടാണ്. ഞാൻ വയനാട് കൽപ്പറ്റ സ്വദേശിയാണ്. ഈ വരുന്ന ആഗസ്റ്റ് 4 അവിടെ കൽപ്പറ്റയിൽ വെച്ചിട്ട് എൻ്റെ ബാക്കി റിസപ്ഷനും ബാക്കി പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മൾ കല്യാണം നടത്തി ആഘോഷിക്കുന്നില്ല. ആ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഒരാളായതുകൊണ്ട് ഒരുപാട് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരിപാടി നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നമ്മൾ ആ പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കല്യാണം നടത്താൻ പാടില്ല. അപ്പം ഈ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ആഗസ്റ്റ് 4 കൽപ്പറ്റ വെച്ച് നടത്താൻ വിചാരിച്ച എൻ്റെ റിസപ്ഷൻ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു ടൈം നോക്കിയിട്ട് പിന്നീട് നമ്മൾ നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഇവരെ സഹായിച്ചൂടെ? ഇൻഷാ അല്ലാഹ് അതെനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച എമൗണ്ടിൽ നിന്ന് ഇപ്പോഴല്ല, അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ട് ആ എമൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അവിടെ ഉള്ളവരെ സഹായിക്കുന്നതായിരിക്കും. ഒരു വീട് വെക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അത് പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നമ്മളെ കല്യാണ പരിപാടി നമ്മൾ തൽക്കാലമായിട്ട് പോസ്റ്റ്പോൺ ചെയ്യാണ് കേട്ടോ. അതാണ് ഇല്ലല്ലോ. അപ്പോൾ യാസിൻ വ്ളോഗ്സ് ആൾ പറഞ്ഞു നിക്കാഹ് 28 എപ്പോഴും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പരിപാടിയാണ് ഓഗസ്റ്റ് 4 നടത്തായിരുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കുറേ പേര് എന്നുവെച്ച് വരാമെന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകാരണം ആൾ മാറ്റി വെച്ചിരിക്കുകയായിരിക്കില്ലല്ലേ. അപ്പോൾ ആൾ പറയുന്നുണ്ട്, റിസപ്ഷന് വേണ്ടി വെച്ച പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ആൾ അവർക്ക് വേണ്ടി ചിലവാക്കുന്നതെന്ന് പറയുന്നത് നല്ല കാര്യങ്ങളാണല്ലോ. ഇപ്പോഴല്ല, ഈ പ്രശ്നമൊക്കെ ഒതുങ്ങി തീർന്നിട്ട് ആളെന്താ വെച്ചാൽ അവിടെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ആളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്കതേ പറയുള്ളൂ. എന്താ ഞാൻ പറഞ്ഞു, ഈ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഇത്രയും പേരാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സന്തോഷിക്കും? സത്യം പറ. അപ്പോൾ ആളെങ്ങനെ ഇത്രയും പരിപാടി നടത്താം, അത് വയനാട് തന്നെ. സത്യമില്ല, അത് നടത്തുകയാണെങ്കിൽ അത് മോശപ്പെട്ട ഒരു അവസ്ഥ, മോശം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് യാസിൻ വ്ളോഗ്സ് ആ ഒരു കാണിച്ച മനസ്സ് അദ്ദേഹത്തിന് നല്ലതായിട്ട് നമുക്കതേ പറയാനുള്ളൂ. അതിനൊരു പൈസ എടുത്ത് ആൾ ചിലവാക്കുന്നു പറഞ്ഞല്ലേ, നല്ല കാര്യമില്ലാണല്ലേ. ഞാൻ പറഞ്ഞില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾക്കിപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ നമ്മൾ കൊടുത്തവരെ സഹായിക്കുക. അത് ചിലപ്പോൾ നമ്മൾ ഈ കുറച്ച് സംഭവങ്ങളാകുമ്പോഴാണ് അത് വലിയൊരു ഇതാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പൈസയാണ് ഞാൻ പറഞ്ഞു, മുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞു, പൈസയായിട്ട് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാമല്ലോ. ഇപ്പോൾ ഭക്ഷണം കൊണ്ട് സഹായിക്കാം, അല്ലെങ്കിൽ ഡ്രസ്സ് കൊണ്ട് സഹായിക്കാം. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ കേട്ടോ, നമ്മൾ പുതിയ ഡ്രസ്സിന് കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സാവും എന്താണെങ്കിലും അവരാ ഒരു നിമിഷം അത് അവിടെ ദുരന്തം സംഭവിച്ചപ്പോൾ വീട് മൊത്തം പോയിരിക്കണം. ഡ്രസ്സ് സംഭവം എല്ലാം ഒന്നുമില്ല കേട്ടോ. വീട് മൊത്തം നാശമാക്കി. ജീവൻ മാത്രം ചിലർക്ക് ജീവൻ കിട്ടിയിട്ടുള്ള ജീവൻ മാത്രം തിരിച്ചു കിട്ടിയവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അവർക്ക് അതൊരു വലിയ ഇതിനാവില്ലാണല്ലേ, എനിക്കതേ പറയാനുള്ളൂ. ഇപ്പോൾ ഇതുപോലുള്ള സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുക.